ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരാഴ്ച മുന്നേ നമ്മുടെ ചാനലിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഒരു കഥയുടെ തംബ്നെയിൽ. ഞാൻ ചോദിച്ചു അതിന്റെ രണ്ടാം ഭാഗം വേണമെങ്കിൽ നിങ്ങൾ ഒരു 10,000 ലൈക്കും അതുപോലെ തന്നെ ഒരു 1500 കമന്റും വേണമെന്ന്. എന്നാൽ കമന്റൊക്കെ ഒരുപാടായി, ലൈക്കും ഒരുപാടായി. അപ്പൊ ആ ഒരു കഥയുടെ രണ്ടാം ഭാഗം പറയണ്ടേ എന്ന് കരുതി ആദ്യ ഭാഗം കാണാത്തവര് ഈ വീഡിയോ കാണാതിരിക്കേണ്ട. ആദ്യ ഭാഗത്തിലെ ആ ഒരു കഥ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഭൂമിയിൽ യുദ്ധമില്ല, രോഗങ്ങൾ കാരണം മനുഷ്യർ മരിക്കുന്നില്ല, അങ്ങനെ യാതൊരു പ്രശ്നവും ഒരു വൺ വേൾഡ് ഓർഡർ ആയിട്ടുള്ള നല്ലൊരു ഭൂമി. അന്ന് ഭൂമിയിലുള്ള ആൾക്കാർക്കൊന്നും അസുഖങ്ങൾ വരില്ല, അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കാരണം മരണപ്പെടില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും മനുഷ്യൻ അവന്റെ ശരീരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാര് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡീപ്പ് സ്പേസിലേക്ക് അങ്ങനെ പോവുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ, ഒറ്റയ്ക്ക് ഹിമാലയത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് പോലെ ഡീപ്പ് സ്പേസിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ഒരു വിനോദമായിരുന്നു. അങ്ങനെ ആ ഒരു വിനോദത്തിന്റെ പുറത്ത് ഒരു അഡ്വഞ്ചർ ആയിട്ട് പോയ ആളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാക്സിമസ് കമിറസ്. അങ്ങനെ എത്രയോ ദൂരത്തേക്ക് ഒരുപാട് ഡീപ്പ് സ്പേസിലേക്ക് അവൻ പോയ സമയത്ത് ഒരു ഉൽക്ക വന്ന് അവന്റെ സ്പേസ് ഷിപ്പിലിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല, അടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു പ്ലാനറ്റിലേക്ക് അവന്റെ ഈ ഒരു സ്പേസ് ഷിപ്പിനെ ഇറക്കുകയല്ലാതെ ജീവൻ നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു ഗ്രഹത്തിലേക്ക് അവൻ ആ ഒരു സ്പേസ് ഷിപ്പിനെ കൊണ്ട് ഇറക്കുന്നുണ്ട്. ആ ഗ്രഹത്തിന്റെ പേരായിരുന്നു മസറാക്ഷ്. എന്നാൽ ആ ഗ്രഹത്തിൽ എത്തിയ സമയത്ത് മാക്സിമസ് കമിറസിന് കാണാൻ കഴിഞ്ഞത് അവന്റെ ചരിത്ര പുസ്തകത്തിൽ നമ്മുടെ ഭൂമി എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള മറ്റൊരു ഗ്രഹം മസറാക്ഷ്. അതായത് യുദ്ധവും കൊലപാതകവും അരക്ഷിതാവസ്ഥയും അങ്ങനെയൊക്കെയായിട്ടുള്ള വല്ലാത്തൊരു ഗ്രഹം. സത്യം പറഞ്ഞാൽ കഥകളിൽ ചരിത്രത്തിലൂടെ മാത്രമേ ഇങ്ങനെയൊരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോരാട്ടത്തെക്കുറിച്ച് നമ്മുടെ മാക്സ് കേട്ടിട്ട് തന്നെയുള്ളൂ. എന്തായാലും ഈ ഗ്രഹം അവനൊരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ ഈ ഗ്രഹത്തിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് മാക്സ് 2 ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. ഒരു സഹോദരനും സഹോദരി. റോഡ എന്നാണ് അവളുടെ പേര്, അത് തൽക്കാലം നമ്മൾ രാധ എന്നാക്കി. അതുപോലെ തന്നെ അവളുടെ ബ്രദർ ആയിട്ടുള്ള ഗേ. ഇവരുമായിട്ട് ഭയങ്കര ഒരു ബന്ധമായിരുന്നു നമ്മുടെ ഈ ഒരു മാക്സിന്. ഗേ വളരെ വലിയൊരു സുഹൃത്തും അതുപോലെ തന്നെ രാധ ഒരു പ്രത്യേക പ്രണയം തന്നെ അവളോട് തോന്നിയിട്ടുണ്ടായിരുന്നു മാക്സിന്. അങ്ങനെ ഈ ഗ്രഹത്തിനെ കുറിച്ച് ഗയ, രാധ രണ്ടുപേരും മാക്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 2 തരം ആൾക്കാരുണ്ട്. ഗവൺമെന്റിന് അനുസരിച്ച് അവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തേത് ഒരു പ്രത്യേകതരം ഫ്രീക്കുകളായിട്ടുള്ള വൃത്തികെട്ട ജനവിഭാഗം. അവര് മണ്ണിനടിയിലേക്കാണ് താമസിക്കാറ്. അവരിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വലിയ വലിയ ടവറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എപ്പോഴും യുദ്ധമാണ്. അതായത് ഈ ഫ്രീക്കുകൾ വന്നിട്ട് ആ ഒരു ടവറുകൾ നശിപ്പിക്കാൻ നോക്കും. നമ്മൾ പട്ടാളക്കാർ അതിനെ നന്നായിട്ട് എതിർക്കുകയും ചെയ്യും. തന്റെ ഭൂമിയിലേക്ക് ഇനി പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെ മാക്സ് ഈ ഗ്രഹത്തിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഗൈ ഒരു പട്ടാളക്കാരനായിരുന്നു, അവന്റെ കൂടെയും ചേരുകയാണ്. എന്നിട്ട് ഈ ഫ്രീക്കുകളെ വേട്ടയാടാനായിട്ട് മാക്സ് പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ അവസ്ഥ നേരെ തിരിച്ചാന്ന് മനസ്സിലായത്. ഫ്രീക്കുകൾ സാധാരണ മനുഷ്യരായിരുന്നു, അവരുടെ ദയനീയാവസ്ഥയായിരുന്നു അത്. എന്താണെന്നല്ലേ, ഇവിടുത്തെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് അൺനോൺ ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് ആൾക്കാരാണ്. ഇവിടെ തന്നെയുള്ള വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ സീക്രട്ട് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ജനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവരുണ്ടാക്കിയ ഒരു തന്ത്രമാണ് ഈ ടവറുകൾ. ഇതിൽ നിന്നും വരുന്ന ആ ഒരു സിഗ്നൽസ് ഇത് മനുഷ്യരെ കൺട്രോൾ ചെയ്യും. ആ കൺട്രോളിലൂടെ എന്താണോ ഗവൺമെന്റ് പറയുന്നത് അതൊരു റോബോട്ടിനെ പോലെ അവരനുസരിക്കും. പക്ഷേ ഈ ഒരു സിഗ്നലിനെ തരണം ചെയ്യാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് ഈ ഫ്രീക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സിഗ്നൽ വരുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്ത വേദനയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ആ ഒരു ടവറുകൾ നശിപ്പിക്കാനായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷ തേടാനാണ് ഇവർ മണ്ണിന്റെ അടിയിലൊക്കെ പോയിട്ട് ഒളിക്കുന്നത്. ഈ സത്യങ്ങൾ നമ്മുടെ ഈ ഒരു മാക്സ് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തനായിട്ടുള്ള ഒരാൾ ഈ ഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ അൺനോൺ ഫാദേഴ്സിലെ ചില ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് സയന്റിഫിക് റിസർച്ചിന്റെ ഹെഡ് ആയിട്ടുള്ള സ്ട്രൈഡർ. പിന്നെ അയാളുടെ സഹായിയായിട്ടുള്ള ഫംഗിനോട് എങ്ങനെയെങ്കിലും ഈ മാക്സിനെ ഇയാളുടെ ലാബിലേക്ക് എത്തിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺനോൺ ഫാദേഴ്സിലെ മറ്റൊരാളായിട്ടുള്ള ഒമ്നിക്ക്, അയാൾ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർ ആണ്. സോ ഈ 2 ആൾക്കാരും നമ്മുടെ മാക്സിനെ പരമാവധി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഈ സിഗ്നൽ കാരണം ഗവൺമെന്റിന് അവൻ കീഴ്പ്പെട്ട് നിൽക്കുന്നുമില്ല. അതുപോലെ തന്നെ അത് കാരണമുള്ള ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതും അവൻ ഉണ്ടാവുന്നില്ല. അതായത് 2 കൂട്ടം ജനങ്ങൾ എവിടെ ഉള്ളൂ, ആ 2 കൂട്ടത്തിലും അവൻ പെടുന്നില്ല. അപ്പൊ അവൻ ആരാണ്, അവനെ കുറിച്ച് അറിയണം. സോ ഈ സ്ട്രൈഡറുടെ ഇടയിലും അമ്നിക്കിന്റെ ഇടയിലും മാക്സിന് കിട്ടാനായിട്ടുള്ള ഒരു ഇന്നർ വാർ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ മാക്സ് ഉണ്ടല്ലോ, ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടുത്തെ വലിയൊരു ബോർഡർ ഉണ്ട്, ആ ബോർഡർ താണ്ടി പോകുന്ന സമയത്ത് അവിടെ തന്നെ ആ ബോർഡറിൽ ആരുണ്ടായിരുന്നു, അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗായ് ഉണ്ടായിരുന്നു. അവനെ വലിച്ച് അവൻ രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു ടാങ്കറിലേക്ക് ഈ മാക്സ് വലിച്ചിടുകയാണ്. എന്നിട്ട് അവിടെയുള്ള പട്ടാളക്കാരെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് ഈ ബോർഡറും താണ്ടിയിട്ട് നമ്മുടെ മാക്സും അതുപോലെ തന്നെ ഗയ്യും പോവുകയാണ്. ഇവിടെയാണ് ആദ്യ ഭാഗം അവസാനിച്ചത്. ഇനി ഈ ഒരു കഥ വിശദമായിട്ട് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേണമെന്നില്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ ആദ്യത്തെ ഭാഗം. അപ്പൊ നമ്മൾ നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ചെല്ലുകയാണ്. എവിടെയാണോ നിർത്തിയത് അവിടെ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് മാക്സ്, ഈ ഗൈ, ഇവർ രണ്ടുപേരും ആ ഒരു ബോർഡറും താണ്ടി പോകുന്ന സമയത്ത് ഈ ഗൈ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അലർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സിഗ്നലിന്റെ കൺട്രോൾ കാരണം ഗവൺമെന്റിന് മാത്രമായിട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മൈൻഡായിരുന്നു ഈ പട്ടാളക്കാർക്ക്. അവൻ കൂട്ടുകാരനാണെങ്കിലും ഈ രീതിയിലായിരുന്നു ഈ മാക്സിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗയ. അങ്ങനെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അവനെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ മാക്സിമസ് കമിറസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുവിധം
കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കാര്യമില്ല. ആ ഒരു സിഗ്നലിന്റെ എഫക്ട് എത്രത്തോളം ശരീരത്തിലുണ്ടോ അവൻ ആ ഒരു ഗവൺമെന്റിനോട് കൂറ് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരുപാട് ദൂരം പോയ സമയത്ത് ഈ ഗയ ഒന്നടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ രക്ഷപ്പെട്ടു പോയ വിവരം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അമ്നിക്ക് അയാളുടെ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ഭ്രാന്തിലാണ് അമ്നിക്ക്. ഇപ്പോൾ ഇയാൾക്ക് എന്തോ വ്യക്തമായിട്ടുള്ള മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ അൺനോൺ ഫാദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും ഫ്രീക്കുകളാണ്. അതായത് ഇവരുണ്ടാക്കുന്ന ആ ഒരു സിഗ്നൽ ഒരിക്കലും ഇവരെ എഫക്ട് ചെയ്യില്ല. അപ്പൊ എന്താ ഉണ്ടാവുക, ആ സിഗ്നൽ ബാക്കിയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ അൺനോൺ ഫാദേഴ്സും ഇതിന്റെ ആ ഒരു പെയിൻ അനുഭവിക്കണം. അങ്ങനെ ആ പെയിൻ നന്നായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് അൺനോൺ ഫാദേഴ്സിൽ ഒരാളായിട്ടുള്ള ഈ ഒമ്നിക്ക്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് പെട്ടുകിടക്കുന്ന മാക്സിമസിനെയും അതുപോലെ ഈ ഗയയും കാണിക്കാണ് ഒരുപാട് ദൂരെയുള്ള ഏതോ ഒരു മരുഭൂമി. പെട്ടെന്ന് ആ മരുഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണ്. മാക്സ് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്നാണ്. അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് ആ ആൾക്കാർ അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് തന്നെ മാക്സും ഗയയും വേണമെന്ന് പറയാണ്. അങ്ങനെ ഈ ആൾക്കാർ അവരുടെ ആ ഒരു താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോവാണ്. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അവിടുത്തെ ആൾക്കാർ ഭക്ഷണമൊന്നുമില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ മരുഭൂമിയിൽ ജീവിക്കുന്നത്. ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഫ്രീക്കുകൾ ഉണ്ടല്ലോ, അതിൽ തന്നെ പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. ഗവൺമെന്റിന്റെ കീഴിൽ ആ ഒരു സിഗ്നൽ അവരുടെ ശരീരത്തിലേക്ക് എത്തി അതിന് വഴങ്ങാത്ത ആൾക്കാരാണ് ഇവര്. സോ കുറെ ആൾക്കാരൊക്കെ കൊന്നുകളയും. ഇവരെ പോലെയുള്ള കുറെ ആൾക്കാരൊക്കെ അടിച്ച് മരുഭൂമിയിലേക്ക് ഓടിപ്പിക്കും. അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് ഈ മരുഭൂമിയിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു രക്ഷ അവർക്കില്ല. ഒരു വലിയ സൈന്യം ഉണ്ടാക്കിയിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ പോവാന്ന് വിചാരിച്ചാൽ അതിനുള്ള ആൾബലവും ഇവർക്കില്ല. സോ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ മരുഭൂമിയിൽ തന്നെ ഒരു മന്ത്രവാദി ഉണ്ട്, അവിടേക്ക് പോയി നോക്കിക്കൂ എന്ന് അവിടുത്തെ ആ ഒരു തലവൻ പറയാണ്. അങ്ങനെ ഈ മാക്സും ഗയയും കൂടെ നേരെ ആ ഒരു മന്ത്രവാദിയുടെ ഗുഹയിലേക്ക് എത്തുകയാണ്. മന്ത്രവാദി എന്ന് കേട്ടപ്പോൾ ഭീകരമായ ഒരു രൂപമാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുട്ടിയുടെ രൂപമാണ്. പക്ഷെ അതിന് വായ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാക്സിനോട് ഈ മന്ത്രവാദി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്? എന്തിനാണ് അവരോട് കരുണ കാണിക്കുന്നത്? ഇത് അവരുടെ വിധിയാണ്, നീ അതിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. ഇത് കേട്ട സമയത്ത് മാക്സിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പിന്നെ ഈ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിട്ടുകൊടുക്കണോ? ഞാൻ വരുന്ന സ്ഥലത്ത് എങ്ങനെയൊന്നുമില്ല, അവിടെ എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ മന്ത്രവാദി ഒരു കാര്യം നമ്മുടെ മാക്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വഴിയുണ്ട്, നിങ്ങൾക്ക് വേണ്ട ചില ഉത്തരങ്ങൾ ഒരു വെള്ള അന്തർവാഹിനി കടൽ തീരത്തായിട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ പോയാൽ കിട്ടും. അതുപോലെ തന്നെ ഐലൻഡ് എംപേഴ്സ്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടൊന്നും ഈ മന്ത്രവാദി പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. എന്തായാലും മാക്സും ഗെയും നേരെ തിരിച്ചു പോണ്. ഈ മരുഭൂമിയിലെ ആൾക്കാരുടെ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ, ഇയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് വെച്ചാൽ ഭയങ്കര ദുർഘടമാണ്. നടന്നു പോകലും അതുപോലെ തന്നെ മറ്റുള്ള വഴിയിലൂടെ പോകലും ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറക്കണം എന്ന് പറയാണ്. പറക്കാനുള്ള കഴിവ് എനിക്കില്ലല്ലോ. നമ്മുടെ മാക്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ ആ ഒരു നേതാവ് പറയാണ്, നിങ്ങൾക്ക് പറക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനം ഉണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഉപയോഗിച്ചതാണ്. പക്ഷെ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാനുള്ള കരുത്തോ ശക്തിയോ ആർജവോ ഇപ്പൊ ആർക്കും ഇല്ല. ഇവിടെ എല്ലാവരും ഒതുങ്ങിക്കൂടി ഉള്ളതും കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ് ഇവിടെ. അങ്ങനെ ആ ഒരു വലിയ ഒരു ആകാശ കപ്പൽ ഇവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഐലൻഡ് വരെ എത്താനുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവും. അങ്ങനെ ആ നേതാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. അതായത് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇപ്പൊ ഗയ ചോദിക്കുന്നുണ്ട്, മാക്സേ ഇത് ഓടിക്കാനും കൺട്രോൾ ചെയ്യാൻ നിനക്കറിയോ? ആടാ, ഇതിനെക്കാട്ടും വലിയത് ഞാൻ കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരുഭൂമിയിലെ ലീഡർ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ പോകുന്ന വഴിയിൽ ആ ടവറുകൾ കുറെ എണ്ണം ഉണ്ട്, അപ്പൊ അതിനെ സൂക്ഷിക്കണം. കാരണം എന്താണ്, ആ ടവറിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നൽ മാക്സിനെ എഫക്ട് ചെയ്യില്ല, കാരണം അവൻ ഭൂമിയിൽ നിന്നും വന്ന ആളാണ്. പക്ഷെ കൂടുതൽ ഈ ഗയ അവനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിഗ്നൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സൂക്ഷിച്ചു പോകണമെന്ന് പറയണം. അങ്ങനെ ഇവരുടെ ആ ഒരു ആകാശ കപ്പൽ അങ്ങനെ പോകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ഏരിയ എത്തിയപ്പോൾ ഈ ടവറുകൾ ഒരുപാട് കാണുന്നുണ്ട്. അതിന്റെ ആ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലിരിക്കുന്ന ഗയക്ക് പതിയെ പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മാത്രമല്ല ആ മാറ്റത്തിലൂടെ ഗവൺമെന്റിനോടുള്ള ആ ഒരു കൂറ് അവൻ കാണിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ മാക്സിനെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ കൊല്ലാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഗൈഡ് ഉള്ളിലും അവന്റെ ആ ഒരു സ്വബോധമുണ്ട്. ഇപ്പൊ മാക്സിനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു ടവർ തകർത്തുകളാണ്. ഒരു വിധത്തിൽ മാക്സ് ഈ ഒരു ആകാശക്കപ്പൽ ഉപയോഗിച്ചിട്ട് ടവറിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ഇടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ ഡാമേജ് വരികയാണ്. സിഗ്നൽ വരുന്നത് ലോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിന് മുകളിലൂടെ കുറച്ചു നേരം ഇവർക്ക് പറക്കാൻ കഴിഞ്ഞെങ്കിലും പതിയെ പതിയെ ഇത് ക്രാഷ് ആവുകയാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് കടലിലേക്ക് ഈ ഒരു ആകാശക്കപ്പൽ ചെന്ന് വീഴുന്നുണ്ട്. രണ്ടുപേരും പിന്നീട് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് നീന്തി വരികയാണ്. തീരത്തേക്ക് വന്ന് കയറുന്നുണ്ട്. രണ്ടുപേർക്കും ജീവനൊരു പ്രശ്നവും പറ്റിയില്ല, രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഒമ്നിക്ക് മാക്സിനെ പിടിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ്. ആ സമയത്താണ് മാക്സ് രക്ഷപ്പെട്ട പട്ടാളക്കാരനായിട്ടുള്ള ഗയ. ഇവർ രണ്ടുപേരും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗയയുടെ സഹോദരിയായിട്ടുള്ള രാധ, അവളെ പെട്ടെന്ന് തന്നെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അമ്നിക്ക് പറയുന്നുണ്ട്. അങ്ങനെ അമ്നിക്കിന്റെ ആൾക്കാര് രാത്രിയിൽ രാധ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൾ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ തീരത്തേക്ക് രക്ഷപ്പെട്ടു വന്ന മാക്സ് ഗയ രണ്ടുപേരും കൂടെ തീരത്തോടെ അങ്ങനെ കുറെ നടക്കുന്ന സമയത്ത് തീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു വെള്ള അന്തർവാഹിനി, അതിലേക്ക് പോയ ഒരുപാട് രഹസ്യങ്ങൾ ഇവർക്ക് കിട്ടുന്നു പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു വെള്ള അന്തർവാഹിനി ഇവർ കാണുകയാണ്. എന്നാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഈ വെള്ള അന്തർവാഹിനി ഇതിലേക്ക് പോകരുത് എന്ന് ഈ ഗയയുടെ പട്ടാളക്കാരനാണല്ലോ അവന്റെ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ചുഞ്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്കെല്ലാം പോകാൻ വിലക്കപ്പെട്ട ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അവന് പോകാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ മാക്സ് പറയാണ്, നീ ഇവിടേക്ക് ഞാൻ പോയി നോക്കാന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് നീന്തി ചെന്നിട്ട് ആ ഒരു വലിയ അന്തർവാഹിനിയുടെ മുകളിലേക്ക് കയറുകയാണ്. ചെറിയൊരു ഹോള് അതിന്റെ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിലൂടെ മാക്സ് ഉള്ളിലേക്ക്
ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അമ്നിക്ക് നമ്മുടെ രാധയെ തട്ടിക്കൊണ്ടു വന്നിട്ടില്ലേ, അതുപോലെ തന്നെ അവളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആരാണ് ഈ മാക്സ്, അവൻ എന്തൊക്കെയാ പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെ രാധ അവൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അവൻ ഈ ലോകത്തു നിന്നുള്ള ആളല്ല, അവനുമായിട്ട് എന്തോ ഒരു വല്ലാത്ത അടുപ്പം എനിക്കുന്നുണ്ട്. അതായത് അവള് സിൻസിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവള് പറയാണ് എനിക്ക് എന്തോ വല്ലാത്തൊരു പ്രത്യേകത അവനിൽ തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അമ്നിക്ക് ചോന്ന് രാധയിൽ നിന്ന് ചോദിക്കുകയാണ്. അവസാനം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജയിലിലേക്ക് തന്നെ പറഞ്ഞേക്കാണ്. ഇതേ സമയത്ത് നമ്മുടെ മാക്സ് ആ അന്തർവാഹിനിയുടെ ഉള്ളിലേക്ക് പോയല്ലോ. കുറെ നേരം കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വരുന്നില്ല. അങ്ങനെ ക്ഷമകെട്ട ഗയ എല്ലാം മാറ്റിവെച്ച്, റൂൾസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, പേടി മാറ്റിവെച്ച് അവനും പോവാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ വല്ലാത്തൊരു നിശബ്ദത, ഒരു മൂകത, വല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. കുറെ നേരം ഈ മാക്സിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ വിളി കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചുള്ളിലേക്ക് പോയ സമയത്താണ് മാക്സ് എന്തോ ഒരു റേഡിയോ, അതിന്റെ ആ ഒരു ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ചെവിയിൽ വെച്ച് എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗയ വിളിച്ചത് അവൻ കേൾക്കാതിരുന്നത്. വന്ന പാട് തന്നെ ഗയ അവനിട്ട് 2 ചവിട്ടും കൊടുത്തിട്ട് എന്താടാ മിണ്ടാത്തത് എന്നൊക്കെയാ ചോദിച്ചത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ക്രീനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയാണ്. അതിലെ ചില കാഴ്ചകൾ ഇവരെ വല്ലാതെ ഭീതിപ്പെടുത്തി കളഞ്ഞു. കാരണം ഇവിടെയുള്ള ഈ സിഗ്നൽസിന്റെ പരീക്ഷണങ്ങൾക്കായിട്ട് ഈ അന്തർവാഹിനിയിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. മൃഗീയമായിട്ട് തന്നെ അവരെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ പരീക്ഷണത്തിന്റെ സമയത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് പല രീതിയിലുള്ള വികൃതമായിട്ടുള്ള രൂപങ്ങളായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട സമയത്ത് മാക്സിന് മനസ്സിലായി എത്ര ക്രൂരമായിട്ടാണ് അൺനോൺ ഫാദേഴ്സ് ഇവിടുത്തെ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തതെന്ന്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഗയ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള പട്ടാളക്കാരനായിരുന്നു അവനിപ്പോ വല്ലാത്തൊരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. സോ എന്തായാലും രഹസ്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കി. എന്നിട്ട് ആ ഒരു ഷിപ്പിൽ നിന്ന് ഇവർ പുറത്തേക്ക് ചാടുകയാണ്. നീന്തി കരയിലേക്ക് കയറിയപ്പോ അവിടെ ദാണ്ട് നിൽക്കുന്ന ഒരു പട്ടാളക്കാര് 4 ഉണ്ട്. 4 കയ്യിലും ഗണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് മുട്ടി നിൽക്കാൻ കഴിയില്ല. മാക്സ് ഗയോട് ഗണ്ണ് താഴെ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഗണ്ണ് താഴെ ഇടുകയാണ്. അങ്ങനെ ഈ പട്ടാളക്കാരുടെ പിടിയിൽ മാക്സും അതുപോലെ തന്നെ ഗയും പെട്ടുപോവാണ്. പക്ഷെ ഇത് ഏത് ടീമിൽപ്പെട്ട ആൾക്കാരെന്ന് ഇപ്പൊ നിലവിൽ അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ അമ്നിക്ക് കുറച്ചധികം നീക്കങ്ങൾ മുന്നോട്ടേക്ക് പോയി എന്നുള്ള കാര്യം ഇയാളുടെ എതിരാളിയായിട്ടുള്ള സ്ട്രൈഡർ മനസ്സിലാക്കി. അതായത് ഇവർക്ക് 2 പേർക്കും വേണ്ടത് മാക്സ് ആണ്. അയാളിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അവന്റെ പെണ്ണായിട്ടുള്ള അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന രാധ. അതുകൊണ്ട് തന്നെ ഈ രാധയെ രക്ഷപ്പെടുത്താനായിട്ട് സ്ട്രൈഡറും ഇയാളുടെ വലങ്കൈ ആയിട്ടുള്ള ഫാങ്കും ഒരു കളി കളിക്കുന്നുണ്ട്. അതായത് ഒരു തീരുമാനം എടുക്കാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ രാധയെ കാണിക്കുകയാണ്. ഈ അമ്നിക്ക് പൂട്ടിയിട്ട് ആ ഒരു ജയിലിലാണ് അവൾ ഇപ്പോഴും ഉള്ളത്. അതായത് അമ്നിക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ. ആരെ വേണമെങ്കിലും ജയിലിൽ അടക്കാനും തുറന്നു വിടാനൊക്കെ ഉള്ള അധികാരം അയാൾക്കുണ്ട്. സോ ഇപ്പൊ പെട്ടെന്ന് എന്തെന്നറിയില്ല ആ ഒരു ജയിലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറക്കുകയാണ്. കുറെ എന്താ പറയാ ഈ ഒരു പൂട്ടിയിട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ക്രിമിനൽസ് ആണോ ഇല്ലയോ എന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ ഇതല്ലേ. അതുകൊണ്ട് ക്രിമിനൽസ് ആവണമെന്നില്ല, ഇവർ എതിർക്കുന്ന ആൾക്കാരെടുത്ത് ജയിലിലെടുത്ത് ആവണം. എന്തായാലും ആ കൂട്ടത്തിൽ നമ്മുടെ രാധയുടെ ആ ഒരു സെല്ലും തുറക്കുകയാണ്. അവളൊന്നും നോക്കിയില്ല, പരമാവധി ഊക്കെടുത്തുകൊണ്ട് ചാടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. പട്ടാളക്കാരുടെ ശ്രദ്ധ ഒരുപാടൊന്നും ഈ രാധയുടെ ദേഹത്തേക്ക് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മതിലും ചാടി അവൾ പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ചെന്ന് വീണത് ഒരു 4 പട്ടാളക്കാരുടെ മുന്നിലാണ്. അപ്പൊ തന്നെ അവളെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്ന അതേ സമയത്ത് ഈ 4 പട്ടാളക്കാർ വെടിയേറ്റ് താഴെ വീഴാണ്. നോക്കുമ്പോൾ ആരാണ്? സ്ട്രൈഡറിന്റെ സഹായിയായിട്ടുള്ള ഫാങ്കും അതുപോലെ തന്നെ അവന്റെ പട്ടാളക്കാരും. എന്തായാലും അവരുടെ കൂടെ ഇപ്പൊ രാധ പോവാണ്. കാരണം രാധയെ രക്ഷപ്പെടുത്തിയ ആൾക്കാരല്ലേ. അതേ സമയത്ത് തന്നെ നമ്മുടെ മാക്സിനെയും കൈയും 2 പേരെയും 2 ഭാഗത്തായിട്ട് ആ ജയിലിലേക്ക് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഐലൻഡ് നമ്പേഴ്സിന്റെ ആൾക്കാരെ കാണാനാണല്ലോ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. ശരിക്കും ആ ഒരു പട്ടാളക്കാരുടെ പിടിയിൽ തന്നെ ഇവരായി എന്നാണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്ട്രൈഡറിനെയും ഫാങ്കിനെയും കാണിക്കാണ്. ഫാങ്ക് രാധയെ കയ്യിൽ കിട്ടിയ ആ ഒരു കാര്യം സ്ട്രൈഡറോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈഡർ ഒരു കാര്യം ഈ ഫാങ്കിനോട് പറയുന്നുണ്ട്. ഒരിക്കലും അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. അതുപോലെ തന്നെ അവൾക്കൊരു ജോലി കൊടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിർത്തണം. അതുപോലെ ഈ ഒരു സ്ട്രൈഡർ ആണെങ്കിൽ ഇപ്പൊ എന്തോ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. ഈ പെട്ടെന്നുണ്ടാവുന്ന യുദ്ധങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇയാളുടെ പ്ലാനുകളെ മാറ്റി പോകുന്നുണ്ടെന്ന് ഇയാളുടെ സഹായമായിട്ടുള്ള ഫാങ്കിനോട് പറയാണ്. അതുപോലെ തന്നെ രാധയുടെ കാര്യങ്ങൾ പോയി നോക്ക്, നീ ഇപ്പൊ പോയിക്കോ എന്നിപ്പോ ഈ ഫാങ്കിനോട് പറയാണ്. എന്നാൽ പോകാൻ നേരത്തെ ഈ ഫാങ്ക് ചോദിക്കുന്നുണ്ട്, സ്ട്രൈഡർ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്ന്. ഇപ്പൊ സ്ട്രൈഡർ എന്താ കാര്യം ചോദിച്ചപ്പോ ആരാണ് അവൻ, നിങ്ങൾ എന്തിനാണ് അവനെ പിടിക്കാൻ നോക്കുന്നത്? ആദ്യം ഒന്ന് പറയാൻ മടിച്ചെങ്കിലും ഈ സ്ട്രൈഡർ പറയാണ് അവൻ ഡേഞ്ചറാണ്, എനിക്ക് അവനെ പേടിയാണ്, അവനെ പൂട്ടിയേ മതിയാവും. അതായത് ഇവർക്കെല്ലാം അറിയുന്നതിനേക്കാൾ മറ്റെന്തോ ഒരു വലിയ കാര്യം ഈ സ്ട്രൈഡറിന് നന്നായിട്ട് അറിയാം. അതെന്തായിരിക്കും? അതുപോലെ നമ്മുടെ മാക്സ് ഗയ 2 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നില്ലേ, അത് ശരിക്കും ഈ അൺനോൺ ഫാദേഴ്സിന്റെ കീഴിലുള്ള പട്ടാളക്കാർ തന്നെയാണ് അവരെ പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ മാക്സും ഗയും വേറെ വേറെ സ്ഥലത്താണ് ഇതുവരെ അവർ കണ്ടുമുട്ടിയിട്ടില്ല. എന്നാൽ മറ്റു 2 ആൾക്കാരെ ഈ മാക്സിമസ് കമേറസ് കാണുന്നുണ്ട്. അതായത് അവന്റെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള സെഫ് അതുപോലെ തന്നെ അയൺ ഫിസ്റ്റ്. മാത്രമല്ല ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ട്രെയിനിൽ കുത്തി കയറ്റിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവാണ് കേട്ടോ. ഇതിനുശേഷം അവരെ മറ്റൊരു ഐലൻഡിലേക്ക് കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ തന്നെ ഇവരെ എല്ലാവരെയും കാത്തുകൊണ്ട് ഈ പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള ചുഞ്ചു ഉണ്ടായിരുന്നു. അറിയാലോ ഇയാളെ കുറിച്ചിട്ട്, അതിക്രൂരനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഇയാൾ പറയുന്നത് നമ്മൾ കടക്കാൻ പോകുന്നത് വലിയൊരു യുദ്ധത്തിലേക്കാണ്. ആ യുദ്ധത്തിൽ തോറ്റാൽ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയാൽ വളരെയധികം ബ്രൂട്ടൽ ആയിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. പകരം അതിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ സെക്ഷനിലേക്ക് അയക്കുന്ന സമയത്ത് ഇപ്പൊ സ്ട്രൈഡറിന്റെ ആളായിട്ടുള്ള ഫാങ്ക് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ ചുൻചുവിനോട് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടവ് പുള്ളി ഇവിടെ ഉണ്ട്, അവൻ എനിക്ക് വേണമെന്ന് പറയാണ്. മാത്രമല്ല സ്ട്രൈഡറിന്റെ ആ ഒരു ബാഡ്ജും കാണിക്കുന്നുണ്ട്, ആ അധികാരം കൂടെ എനിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം പുല്ല് വില കൊടുക്കുകയാണ് ഈ ഒരു ചുൻചു. ആരെയും വിടാൻ പറ്റില്ല, എല്ലാവരെയും യുദ്ധത്തിന് അയക്കണം എന്ന് തന്നെ ഇയാൾ പിടിവാശി പിടിക്കുകയാണ്. സോ എല്ലാവരും മുന്നോട്ടേക്ക് നയിക്കും.
വിളിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് എല്ലാവരെയും കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ മാക്സിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വരുന്നുണ്ട്. മറ്റാരുമല്ല, ഗയ തന്നെ. ഗയയും ഈ ഒരു ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മറ്റേതോ ഒരു ഗ്രൂപ്പിനോട് ഇവർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എന്തായാലും മുന്നോട്ടേക്ക് തന്നെ, എന്തായാലും പിന്തിരിഞ്ഞു ഓടാനൊന്നും പറ്റില്ല, വെടിവെച്ച് കൊന്നു കളയും. സോ അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു യുദ്ധസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം പോകാൻ ആവശ്യമായിട്ടുള്ള ടാങ്കറുകളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പട്ടാളക്കാരുണ്ട്, തടവുപുള്ളികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരോട് കാര്യങ്ങളൊക്കെ ഇവരുടെ ലീഡറായിട്ടുള്ള ചുഞ്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലൂടെ നമ്മുടെ ഫാങ് ഉണ്ടല്ലോ, ഈ മാക്സിനെ തെരഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് എങ്ങനെങ്കിലും അവനെ കൂട്ടിക്കൊണ്ട് സ്ട്രൈഡറിന്റെ അടുത്തേക്ക് ചെല്ലണം. ഇപ്പൊ എല്ലാവരും ചുഞ്ചു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ ഓരോ ടാങ്കറിലേക്കായിട്ട് കയറാൻ നിൽക്കുകയാണ്. അപ്പോ ഒരു ടാങ്കറിലേക്ക് കയറാൻ നിൽക്കുന്ന നമ്മുടെ മാക്സ്, അതുപോലെ തന്നെ ഗയ, ഇവരെ ഇപ്പോ ഫാങ്ക് കാണുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. എന്തായാലും നീ എന്റെ കൂടെ വരണം, സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ എന്റെ ലീഡർ അവിടെ കാത്തിരിക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നിർബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മാക്സിന് വിശ്വാസമില്ല, വരാൻ പറ്റില്ല എന്ന് തന്നെ പറയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂട്ടുകാരനെ ഞാൻ ഇപ്പൊ വെടിവെച്ചോല്ലെന്ന് പറഞ്ഞിട്ട് ഫാങ്ക് ഗണ്ണെടുക്കുന്നുണ്ട്. നമ്മുടെ ഗയക്ക് നേരെ ചൂണ്ടാണ്. മാക്സ് നോക്കി നിൽക്കോ, അവിടെ വെച്ച് തന്നെ ഫാങ്കിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. ബോധം പോയി അവനെ എടുത്ത് ആ ഒരു ടാങ്കറിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ ടാങ്കറുകളുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് ചെറിയൊരു സ്ഥലത്തേക്കൊന്നുമല്ല, വലിയൊരു യുദ്ധമുഖത്തേക്കാണ്. ഇവർ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ ഐലൻഡ് എംബേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടാണ്. അവര് വിശദമായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പോട്ടിപൂരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഗവൺമെന്റിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ഈ പട്ടാളക്കാർക്ക് ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആ ഒരു സിഗ്നലും ഇവിടെ അയച്ചു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്നൽ സ്വീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗയെ പോലുള്ള ആൾക്കാർ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മുടെ മാക്സിന്റെ പഴയ കൂട്ടുകാരായിട്ടുള്ള ഈ സെഫ് അതുപോലെ തന്നെ അയൺ ഹാൻഡ്, ഇവർക്ക് രണ്ടുപേർക്കും അതിനെ അതിജീവിക്കാൻ കഴിയില്ലല്ലോ. സോ അതിന്റെ ആ ഒരു പെയിൻ ഇവർ രണ്ടുപേരും കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിന്ന് നൊരയും പതിയൊക്കെ വരുന്നുണ്ട്. സോ മാക്സ് ഈ യുദ്ധത്തിൽ നിന്നും പതിയെ മറ്റൊരു വഴിക്ക് ഈ ഒരു ടാഗറിനെ തിരിച്ചുവിടുകയാണ്. അവരെങ്ങനെങ്കിലും ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇടാനും അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഗയോട് പറയാണ്, ഞാൻ മറ്റെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാക്സ് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ യുദ്ധത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ലീഡർ ആയിട്ടുള്ള ചുഞ്ചു, ഇയാളുടെ ആ ഒരു ടാങ്കർ ആണെങ്കിൽ എല്ലാ ഭാഗത്തോടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ചുഞ്ചു ഒരു കാര്യം കാണുന്നുണ്ട്, രക്ഷപ്പെട്ടുപോയ ഈ ഗയയും ഈ ഒരു യുദ്ധക്കൂട്ടത്തിലേക്ക് വന്ന് പെട്ട കാര്യം ഈ ചുഞ്ചുവിന് അറിയില്ലായിരുന്നു. കാരണം ഒരുപാട് പട്ടാളക്കാരുണ്ട്, ഒരുപാട് തടവുപുള്ളികളുണ്ട്. ഈ കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക? എന്നാൽ ഇപ്പൊ ചുഞ്ചു നോക്കുമ്പോൾ ഗയ അതിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി രക്ഷപ്പെടുത്തുന്നുണ്ട്. അതായത് ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർ. ആ ഒരു ടാങ്കർ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പതിയെ ഗണ്ണുമായിട്ട് ഈ ചുഞ്ചു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാണ്? ഗയെ കൊല്ലാനായിട്ട് തന്നെ. എന്നാൽ അതേ സമയത്ത് തന്നെ മാക്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കണ്ട സമയത്ത് ചുഞ്ചുവിന് കാര്യം മനസ്സിലായി. അതായത് മാക്സിന്റെ കൂട്ടത്തിൽ ഈ ഗയ ചേർന്ന് കഴിഞ്ഞു. അതായത് ഇവര് രണ്ടുപേരും ഗവൺമെന്റിനെതിരെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗയ അവനൊരു കാര്യം മനസ്സിലായി. അധികം വൈകാതെ മാക്സിനെ ഇപ്പോ ഇയാള് ചുഞ്ചു ഷൂട്ട് ചെയ്യും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് തന്നെ ഗയ ഈ ചുഞ്ചുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അതേ നേരം തന്നെ ഗയെ ചുഞ്ചു ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിലത്ത് വീണ് പോയ ഈ ഗയെ ചവിട്ടിക്കൊണ്ട് തന്നെ മാക്സിന്റെ അടുത്തേക്ക് ചുഞ്ചു പോവാണ്. അവന് വെടിവെച്ച് കൊല്ലാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ചുഞ്ചുവിന്റെ പിന്നിലൂടെ ഒരു കമ്പി തുളഞ്ഞു കയറുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ഗയ തന്നെ. മാക്സ് ഈ ടാങ്കർ ഇങ്ങോട്ടേക്ക് കൊണ്ട് നിർത്തി വെച്ച സമയത്ത് ഇവരുടെ ആ ഒരു കൊടി ഉണ്ടല്ലോ, അത് അതിന്റെ മുകളിൽ നിന്നും വലിച്ചു കുറിച്ച് കളഞ്ഞിരുന്നു. അതിന്റെ കമ്പി വെച്ചാണ് ഈ ചുഞ്ചുവിന്റെ പിന്നാമ്പുറത്തൂടെ കുത്തി കയറ്റിയത്. എന്തായാലും അവിടെ വെച്ച് തന്നെ ചുഞ്ചു ചത്ത് മലയ്ക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഗയ അവൻ രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്ത് ഒരുപാട് ബുള്ളറ്റ് കയറിയത് കൊണ്ട് തന്നെ അവനും മരണപ്പെട്ടു പോവാണ്. ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് മാക്സിന്റെ അടുത്തേക്ക് മറ്റേ ചെങ്ങായി ഉണ്ടല്ലോ, അടികൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന ആള്, ഈ സ്ട്രൈഡറിന്റെ സഹായിയായിട്ടുള്ള ഫാങ്ക്, ഇവൻ വന്നിട്ട് പറയണം, നിങ്ങൾക്ക് ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ എന്റെ കൂടെ വാ. അതുപോലെ തന്നെ നീ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണ് രാധ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സോ നിനക്ക് വരെയില്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഫാങ്കിന്റെ കൂടെ നമ്മുടെ മാക്സ് പോവുക തന്നെ ചെയ്യാണ്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. എന്തായാലും മരിച്ചുപോയ ഗൈഡ് ആ ഒരു മൃതദേഹം അവിടെ തന്നെ അടക്കിയതിനു ശേഷം ഇപ്പോ മാക്സ് ഈ ഫാങ്കിന്റെ കൂടെ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് അമ്നിക്ക്, ഇയാൾക്ക് ഫാദേഴ്സിൽ നിന്നും കോള് വരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ് ഈ അമ്നിക്കും. എന്നാലും നിയന്ത്രിക്കുന്ന ഒരു കൂട്ടത്തിന് ഒരു ലീഡർ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആ ഒരു ലീഡർ അമ്നിക്കിനെ വിളിക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ, മാക്സിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഈ അമ്നിക്കിന് പറയാനായിട്ട് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാദർ, ആ പൊസിഷനിൽ ഇരിക്കുന്ന ആള് നമ്മുടെ അമ്നിക്കിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അറിയാലോ ഈ ഫാദേഴ്സിന്റെ സ്വഭാവം, ഇവർ കൂട്ടത്തിലുള്ള ആൾക്കാരെ തന്നെ ജോലി മര്യാദക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ഒരു എന്താ പറയാ മനസാക്ഷിയും കാണിക്കാത്ത ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അമ്നിക്കിന് നല്ല ഭയമുണ്ട്. അവൻ വേറെ തൊലിക്കാണ്. സോ എങ്ങനെയെങ്കിലും മാക്സിനെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ആ സമയത്താണ് അമ്നിക്കിന്റെ സഹായി വന്നിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതായത് മാക്സ് ഇപ്പോ നിലവിൽ എവിടെയുണ്ട് എന്നുള്ള കാര്യം. സ്ട്രൈഡർ ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു റിസർച്ച് ഡെവലപ്മെന്റ് ആ ഒരു സ്ഥലത്ത് ഏതോ ഒരു സെക്ഷനിൽ മാക്സ് ഉണ്ട്. ആ ഒരു വിവരമാണ് ഇപ്പൊ അമ്നിക്കിന് ലഭിച്ചത്. പെട്ടെന്ന് തന്നെ അമ്നിക്ക് ആ ഒരു ലാബിലേക്ക് വിളിക്കാണ്. ഇതുപോലെ പറയാണ്, അവിടെ സ്ട്രൈഡർ ഉണ്ടോ? ഇല്ല. എന്നാൽ അങ്ങോട്ടേക്ക് ഒരു ടീം ഇൻസ്പെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചോന്ന് പറയാണ്. എന്നാൽ ശരിക്കും ഈ അമ്നിക്കിന്റെ ലക്ഷ്യം എന്താണ്? അങ്ങോട്ടേക്ക് ഇൻസ്പെക്ഷന് പോവുക, അവിടെ ഉണ്ടായിരുന്ന ഈ മാക്സിനെ കണ്ടുപിടിക്കുക, കൊണ്ടുവരിക. അങ്ങനെ ആ ലാബിലേക്ക് ഇപ്പോ ഈ അമ്നിക്കും ഇയാളുടെ സഹായം കൂടെ ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള സ്ട്രൈഡറിന്റെ ആളുണ്ടല്ലോ ഫാങ്ക്, അവൻ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൻ എതിർക്കാണ്. അതുകൊണ്ട് തന്നെ അമ്നിക്കിന്റെ സഹായി എന്തോ ഒരു ഡിവൈസ് എടുത്ത് അവന്റെ പിന്നാമ്പുറത്തുനിന്ന് വെച്ചു കൊടുക്കുകയാണ്. വിറച്ചുകൊണ്ട് ഫങ്ക് താഴേക്ക് അങ്ങ് വീഴുന്നുണ്ട്. അധികം വൈകാതെ പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നുന്നു. എന്നിട്ട് നേരെ താഴത്ത് അവർ ലാബിലേക്ക് ചെല്ലുകയാണ്. അതായത് ഇത് സ്ട്രൈഡറുടെ ലാബാണ് കേട്ടോ. യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും
റെഡിയാക്കലാണ് സ്ട്രൈഡറിന്റെ ആ ഒരു ജോലി. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു മാക്സ് എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ അമ്നിക്ക് വന്നിട്ട് അവനെ പരിചയപ്പെടുകയാണ്. എന്നാൽ ഈ അമ്നിക്ക് ആരാണെന്നോ ഇയാളുടെ പണി എന്താണെന്നോ നമ്മുടെ മാക്സിന് അറിയില്ല. കാരണം ആദ്യമായിട്ടാണ് അമ്നിക്കും മാക്സും നേരിട്ട് കാണുന്നത്. ഇപ്പൊ അമ്നിക്ക് നല്ല രീതിയിൽ തന്നെ അവനോട് സംസാരിച്ചിട്ട് അവനോട് നമുക്കൊന്ന് മാറി എന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ച മാക്സ് അമ്നിക്കുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. മാക്സിമസ്, നിന്നോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാണ്. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന അൺനോൺ ഫാദേഴ്സിനെ ഇവരെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എതിർക്കുകയാണ്. കാരണം ഈ ഫാദേഴ്സ് എല്ലാം ക്രിമിനൽസ് ആണ്. അവർ ഈ രാജ്യത്തെ നശിപ്പിക്കും, ഈ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം. എവിടെയാണ് ഈ സിഗ്നൽ, അതുപോലെ തന്നെ എവിടെയാണ് ഈ സിഗ്നൽസിന്റെ ആ ഒരു സെന്റർ ഓഫ് ടവർ സിസ്റ്റം, ഇതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അവിടേക്ക് പോയിട്ട് ഈ സിഗ്നൽസ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു റേഞ്ച് നീ ഒന്ന് മാറ്റി പിടിക്കണം. അതായത് മറ്റൊരു റേഞ്ചിലേക്ക് ആ ഒരു സിഗ്നൽസിനെ ആക്കണം. എന്നിട്ട് എന്തോ ഒരു ഡിപ്രഷൻ ഫീൽഡിലേക്ക് ആ ഒരു സിഗ്നൽസിനെ മാറ്റുക എന്ന് പറയാണ്. അപ്പൊ ജനങ്ങളൊക്കെ വല്ലാതൊന്ന് ഒതുങ്ങിപ്പോകും. ആ ഒരു ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ അൺനോൺ ഫാദേഴ്സിനെ മുഴുവനായിട്ടും നീ തന്നെ കൊന്നുകളയണം. കാരണം ഈ ഒരു ദൗത്യം ചെയ്യാനായിട്ട് നിനക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം നിനക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. കാരണം ആ ഒരു സിഗ്നലിനൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഈ അൺനോൺ ഫാദേഴ്സിനെ നീ കൊന്നു കഴിഞ്ഞാൽ നീയാണ് ഈ രാജ്യത്തിലെ രാജാവ്. ഞാനായിരിക്കും നിന്റെ ഉപദേഷ്ടാവ്. എന്താണ് ഈ ഡീലിൽ നീ ഓക്കെ ആണോ? എന്തായിരിക്കും നിന്റെ പൊളിറ്റിക്കൽ അജണ്ട എന്നൊക്കെ ഈ ഒരു അമ്നിക്ക് ചോദിക്കുന്ന സമയത്ത് മാക്സ് പറയാണ്, നീതി, എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി. ഇത് കേട്ട സമയത്ത് അമ്നിക്കിന്റെ മുഖം ഒന്ന് ചുളുങ്ങുന്നുണ്ടെങ്കിലും ഓക്കെ സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അമ്നിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, രാധയെ വെച്ച് നിന്നെ കബളിപ്പിക്കാൻ നോക്കുന്ന ഈ സ്ട്രൈഡർ അവന്റെ ആൾക്കാര്, സോ അവർ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അതിൽ നീ വീഴരുത്. അപ്പൊ ഈ സ്ട്രൈഡറിനെ നീ ഇല്ലാതാക്കണം. അങ്ങനെയാണെങ്കിൽ രാധയെ നിനക്ക് കിട്ടും. സ്ട്രൈഡർ ഇല്ലാതാവണമെങ്കിൽ അൺനോൺ ഫാദേഴ്സ് അവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവനും ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതാവും, അവനും പവർ ഇല്ലാതെയാവും. അപ്പൊ എങ്ങനെയാ ചെയ്യല്ലേ നമ്മൾ ഈ ഒരു ദൗത്യം? അങ്ങനെ സെന്റർ ഓഫ് ദി ടവർ സിസ്റ്റം ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഇപ്പൊ മാക്സ് അതുപോലെ തന്നെ അവന്റെ സഹായിയായിട്ടുള്ള സെഫ്, അയൺ ഹാൻഡ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ആ ഒരു സിഗ്നൽ ആദ്യം ഒരു ഡിപ്രഷൻ ഫീൽഡിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം അടുത്ത ആ ഒരു ദൗത്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതേ സമയത്ത് തന്നെ അമ്നിക്കിനെ കാണിക്കാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ മാക്സിനോട് പറഞ്ഞെങ്കിലും ഇയാൾക്ക് വ്യക്തമായിട്ടുള്ള മറ്റെന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ഇയാൾ ചതിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ സമയത്താണ് ഈ അമ്നിക്കിനെ മറ്റൊരാൾ വിളിക്കുന്നത്. മറ്റാരുമല്ല, സ്ട്രൈഡർ ആണ് വിളിക്കുന്നത്. സ്ട്രൈഡർ വിളിച്ചിട്ട് പറയാണ്, ഫാദർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം ചോദിച്ചപ്പോൾ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടേക്ക് പോകുന്നതെന്ന് സ്ട്രൈഡർ ഇപ്പോൾ ഈ അമ്നിക്കിനോട് പറയാണ്. കാരണം യുദ്ധമുഖത്തിൽ പതിയെ പതിയെ നമ്മുടെ പല ഭാഗങ്ങളും തോറ്റുകൊണ്ടിരിക്കുകയാണ്, പല ടവറുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു അവസാനമായിരിക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതിൽ നിനക്ക് യാതൊരു പങ്കും ഇല്ലല്ലോ അല്ലേ എന്ന് അമ്നിക്കിനോട് ഈ സ്ട്രൈഡർ ചോദിക്കുമ്പോൾ അമ്നിക്കിന്റെ ഉള്ളൊന്ന് പെടക്കുന്നുണ്ട്. അതായത് അമ്നിക്ക് ചില പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ എങ്ങാനും പാളിപ്പോയാൽ പിന്നെ അവന്റെ പണി തെറിക്കും, അതിന്റെ കൂടെ തന്നെ അവന്റെ തലയും തെറിക്കും. സോ അവനായിട്ട് പൊക്കി വിട്ട ഈ മാക്സ് അവൻ ചെയ്യാൻ പോകുന്ന കാര്യം മര്യാദക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും പണി വളാൻ പോകുന്നത് ഈ അമ്നിക്കിനാണ്. അപ്പൊ ആ ഒരു പേടി അവന്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഇവനിപ്പോ അങ്ങോട്ടേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു സിഗ്നൽ മാറ്റാൻ വേണ്ടി പോകണല്ലോ. ഇപ്പോ ഫ്രീക്കുകളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ സിഗ്നലിനെ സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവരെയും ഇത് നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യും. ആ പട്ടാളക്കാർ വരെ ചിലപ്പോൾ ആ ഒരു സിഗ്നലിന്റെ എഫക്ട് കാരണം താഴേക്ക് തല കറങ്ങി വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് വേണം ഈ ഫാദേഴ്സിനെ എല്ലാവരും കൊന്നു കളയാനായിട്ട്. എന്നാൽ ആ സിഗ്നൽ അങ്ങനെ വരുന്ന സമയത്ത് അമ്നിക്കിനും അതിന്റെ ആ ഒരു പെയിൻ ഉണ്ടാവും. സോ ആ ഒരു വേദന അറിയാതിരിക്കാൻ എന്നല്ല, പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ കടിച്ചു പിടിക്കാനുള്ള സാധനം വരെ റെഡിയാക്കിയിട്ടാണ് അമ്നിക്ക് ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ മാക്സ് കൂടെ ഇപ്പോ ഈ സെഫ് ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഹാൻഡ് ഉണ്ട്. അങ്ങനെ അവർ ആ ഒരു സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയ ബിൽഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ മാക്സ് ഇവരോട് രണ്ടുപേരോട് ഒരു കാര്യം പറയുന്നുണ്ട്, സെഫിനോടും അയൺ ഹാൻഡിനോടും. കാരണം ഈ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ ഇവനിപ്പോ മാറ്റാൻ പോവാണല്ലോ. ചിലപ്പോൾ അതിലൂടെ ഈ ഫ്രീക്സിന് ഭയങ്കരമായിട്ടുള്ള വേദന സഹിക്കേണ്ടി വരും. സോ അവരോട് പറയാണ്, നിങ്ങൾക്ക് എത്ര സഹിക്കാൻ പറ്റും അത്രയും സഹിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുക, അധികം വൈകാതെ ഞാൻ തിരിച്ചെത്തുന്നു. അങ്ങനെ ആ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് മാക്സ് പോവാണ്. പലതരം കടമ്പകളുണ്ട്. ഉള്ളിലേക്ക് പോകുമ്പോൾ അത്രയും ചെക്കപ്പ് ഉണ്ട്. എന്നാൽ അമ്നിക്കിന്റെ ആ ഒരു ബോണ്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സഹായം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഈ ഒരു മാക്സിന് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോയി അവസാനം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരെ ഇപ്പൊ മാക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ആദ്യം ഈ അമ്നിക്ക് കൊടുത്ത ആ ഒരു ബാഡ്ജ് ഉപയോഗിക്കുകയാണ്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ കൊടുക്കാനൊന്നുമില്ല, മാക്സിന് നന്നായിട്ട് അറിയാം. സോ ഇനി നൈസായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ മാക്സിന്റെ ഒരു പ്ലാൻ തന്നെയാണ്. അവിടെ വെച്ച് മാക്സ് ഈ പട്ടാളക്കാരെ ആക്രമിക്കുകയാണ്. അവന്റെ ആ ഒരു ടാലന്റ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഒരുവിധം പട്ടാളക്കാരെയൊക്കെ വെടിവെച്ച് താഴെ കിട്ടും. നേരെ ആ ഒരു സിഗ്നൽസ് വരുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ അടുത്തേക്ക് മാക്സ് എത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരുപാട് പട്ടാളക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് മാക്സ് പിടിക്കപ്പെടുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, തീർന്നു, അതോടെ തീരും. എന്നാൽ നമ്മുടെ മാക്സ് അധികം വൈകാതെ തന്നെ അത് ചെയ്യാണ്. അതായത് ഈ സിഗ്നൽസിന്റെ ആ ഒരു ഫ്രീക്വൻസി അത് നല്ല രീതിയിൽ തന്നെ അവൻ വിചാരിച്ച രീതിയിലേക്ക്, അതായത് ആ ഒരു ഡിപ്രഷൻ ഫീൽഡിലേക്ക് ഈ സിഗ്നൽസിനെ മാറ്റാണ്. പൊടുന്നനെ അവനെ കൊല്ലാനായിട്ട് വന്ന പട്ടാളക്കാരൊക്കെ തല കറങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. വീഴ മാത്രമല്ല അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സിഗ്നൽസിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഫ്രീക്കുകളായാലും ശരി, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായാലും ശരി, എല്ലാവരും ഒരുപോലെ ഈ ഒരു സിഗ്നൽ കാരണം പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രൈഡർ, ഇയാളുടെ ആ ഒരു ലാബിൽ ഉണ്ടായിരുന്ന ഒരുവിധം ആൾക്കാർ ഇതുപോലെ എല്ലാവരും ഇതുപോലെ പെടഞ്ഞ് താഴേക്ക് വീഴുന്ന സമയത്ത്
ഇതെന്താണെന്ന് ആദ്യം സ്ട്രൈഡറിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ചുറ്റും നോക്കുകയാണ്. പക്ഷേ ഈ സിഗ്നൽ എല്ലാവരെയും എഫക്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രൈഡറിനെ മാത്രം എന്താ എഫക്ട് ചെയ്യാത്തത്? അപ്പൊ ഇവൻ ഫ്രീക്കും അല്ല, അതുപോലെ തന്നെ ഈ സിഗ്നലിനെ ശരീരത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന ആളുമല്ല. ആകെ ഈ ഗ്രഹത്തിൽ 2 കൂട്ടം ആൾക്കാരേ ഉള്ളൂ, ഈ സിഗ്നലിന് എടുക്കാൻ പറ്റുന്ന ആൾക്കാരും എടുക്കാൻ പറ്റാത്ത ആൾക്കാരും. പക്ഷെ ഇപ്പൊ വെച്ച ഈ ഫ്രീക്വൻസിയിൽ ഈ ഗ്രഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു സിഗ്നലിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് എല്ലാവർക്കും ആ ഒരു വിറയലും കാര്യങ്ങളും വരും. പക്ഷെ എന്തുകൊണ്ട് ഈ സ്ട്രൈഡറിന് അത് വന്നില്ല? ഞാൻ പറഞ്ഞല്ലോ ഇയാളുടെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന്. എന്തായാലും ഇപ്പൊ മാക്സിനെ കാണിക്കാണ്. സിഗ്നലെല്ലാം സെറ്റ് ചെയ്ത് താഴേക്ക് വന്ന് നോക്കുമ്പോൾ വണ്ടിയിലിരിക്കുന്ന സെഫ് അതുപോലെ തന്നെ അയൺ ഹാൻഡ് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് ഇപ്പൊ മാക്സ് വന്നത് മറ്റെന്തോ എടുക്കാനായിട്ട് എന്തോ നീളത്തിലുള്ള ഒരു മെഷീൻ പോലെയുള്ള ഒരു സാധനം. അതിൽ ടൈമർ അങ്ങനെ ഓൺ ആയിട്ട് അത് റൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്നിക്കിനെ കാണിക്കുകയാണ്. ചെറിയ പിള്ളേര് വാവിട്ട് കരയുന്നത് പോലെ ആ സിഗ്നലിന്റെ എഫക്ട് കാരണം അമ്നിക്ക് കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്നിക്ക് ഒരു ഫ്രീക്കാണ്. ഫ്രീക്കുകൾക്ക് ഓൾറെഡി ആ ഒരു സിഗ്നൽസിന് താങ്ങാൻ കഴിയില്ല. എന്നാൽ അതിന്റെ ആ ഒരു ഫ്രീക്വൻസി കൂടെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് താങ്ങാൻ പറ്റുമോ? ഇയാൾ കിടന്ന് ബാത്റൂമിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സഹിക്കുന്ന എന്തിനാണ്? ഈ ഫാദേഴ്സിനെ അട്ടിമറിക്കണം. ആ പൊസിഷനിലേക്ക് ഈ അമ്നിക്കിന് വരണം. ഫാദേഴ്സിനെ അട്ടിമറിക്കണമെങ്കിൽ എല്ലാ പട്ടാളക്കാരെയും ഒന്ന് ഒതുക്കി നിർത്തണം. എല്ലാവരും ഒതുങ്ങി നിന്നു. ഇനിയിപ്പോ നമ്മുടെ മാക്സ് ചെയ്യേണ്ടത് ആ ഫാദേഴ്സിനെ പോയിട്ട് കൊല്ലലാണ്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മാക്സ് ഇപ്പൊ ആ ഒരു സെന്റർ ഓഫ് ടവർ സിസ്റ്റം അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു സെഫ് അതുപോലെ തന്നെ അയൺ ഹാൻഡ് ഇവർ രണ്ടുപേരുമായിട്ട് ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്ട്രൈഡർ എത്തുകയാണ്. കാരണം ഇതെല്ലാം സ്ട്രൈഡറിന്റെ വല്ലാത്തൊരു കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ് ഈ ടവറും അതിന്റെ ആ ഒരു സിസ്റ്റങ്ങളൊക്കെ. അങ്ങനെ മാക്സിന്റെ പിന്നാലെ പോയ ഈ സ്ട്രൈഡർ ഒരു ഭാഗത്ത് വെച്ച് മാക്സിനെ കാണുകയാണ്. അതായത് ഈ സ്ട്രൈഡർ നമ്മുടെ രാധയെ പൂട്ടി വെച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെയാണ് നമ്മുടെ ഈ മാക്സ് എത്തിയിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊന്നും പോവാൻ മാക്സിനെ കൊണ്ട് പറ്റുന്നില്ല. അതിന് മുന്നേ തന്നെ ഈ സ്ട്രൈഡർ വന്നിട്ട് ഇവൻ അടിച്ചിടുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമ്മുടെ മാക്സിന് സ്ട്രൈഡറോട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല. സ്ട്രൈഡറിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോഗ്യം ഉള്ളതുപോലെ ഈ ഒരു ഗ്രഹത്തിലെ ആൾക്കാരെ പോലെ അല്ല ഈ സ്ട്രൈഡർ. ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സ്ട്രെങ്ത് തന്നെ അവനുള്ളതുപോലെ, അതായത് മാക്സിനുള്ള അതിനേക്കാളും കൂടുതൽ ഒരു സ്ട്രെങ്ത് ഉള്ളതുപോലെ. എന്തായാലും മാക്സിമസ് കെമിറസ് നല്ല പെട മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ട്രൈഡറിന്റെ കയ്യിൽ നിന്നും. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൈബ്രേഷൻ ഇതെല്ലാം കേട്ടിട്ട് ഈ അമ്നിക്ക് വരെ കിടുങ്ങിപ്പോയി. ഇയാൾ നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇയാൾ ഏൽപ്പിച്ചത് എന്താണ് മാക്സിനെ? ജസ്റ്റ് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി. എന്നാൽ നമ്മുടെ മാക്സ് ചെയ്തെന്താണ്? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് എല്ലാ പട്ടാളക്കാരെയും ബോധം കെടുത്തിയിട്ട് ഫാദേഴ്സിനെ കൊല്ലലല്ല, ആ ടവർ തന്നെ തകർക്കലായിരുന്നു മാക്സിന്റെ ലക്ഷ്യം. കാരണം ഇനി ഈ സിഗ്നൽ വെച്ചിട്ട് ഒരാളെയും ഈ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഇത് കണ്ട സമയത്ത് അമ്നിക്കിന് 18ന്റെ രീതിയിൽ പണി പാടിയെന്ന് മനസ്സിലായി. ജസ്റ്റ് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി മാത്രമേ ചെയ്യാൻ ഈ അമ്നിക്ക് പറഞ്ഞുള്ളൂ. എന്നാൽ പാടലം അതിന്റെ അടിവേര് തന്നെ ഇളക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഈ അമ്നിക്ക് ആലറി വിളിക്കാണ്. കാരണം ഇയാൾക്കും അധികാരം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമായിരുന്നു. എന്നാൽ നിലവിൽ ഇതിന്റെ ആ ഒരു കൺട്രോൾ ഉള്ളത് നമ്മുടെ സ്ട്രൈഡറിന്റെ കയ്യിലാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ സ്ട്രൈഡറിന്റെ പ്രാന്തിളകാതിരിക്കോ? നമ്മുടെ ഈ ഒരു മാക്സിനെ എടുത്ത് കൊടയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് മാക്സ് ഓടിക്കയറുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നലിന്റെ ആ ഒരു ഓവർ ഫ്രീക്വൻസി കാരണം ഇവിടെയുള്ള പട്ടാളക്കാര് സാധാരണ ജനങ്ങൾ എല്ലാവരും തലകറങ്ങി താഴേക്ക് വീണിരുന്നില്ലേ, അവരൊക്കെ പതിയെ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ സിഗ്നൽ ഇല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല. സോ എല്ലാ ജനങ്ങളും ഫ്രീ ആണ്. ഇനി അവരുടെ വിളയാട്ടാണ് ഈ നാട്ടിൽ. അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയ മാക്സ് ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന രാധയെ കാണുകയാണ്. അവള് വിളിച്ചുണർത്തി. എന്നിട്ട് അവളുമായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ മാക്സിന്റെ മുന്നിലേക്ക് ഈ ഒരു സ്ട്രൈഡർ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രൈഡറിനെ തടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ മാക്സിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സെഫ് അയൺ ഹാൻഡ് രണ്ടുപേരും വന്നിട്ടുണ്ട്. സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും ഫ്രീ ആയി പോകും. എന്നാൽ മാക്സ് ഇപ്പോ അവരോട് രണ്ടുപേരോട് ഇവിടുന്ന് പോകാൻ പറയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ മാക്സിനോട് ഈ സ്ട്രൈഡർ ചോദിക്കുകയാണ്, നീ എന്താണ് ഉപയോഗിച്ചതെന്ന്. മാക്സ് പറയാണ്, ഒരു തെർമൽ ബോംബ്. തെർമൽ ബോംബ് എന്ന് വെച്ചാൽ അത്രയും പവർഫുൾ ആണ്. അത് പറഞ്ഞു തീർന്നില്ല, അപ്പൊ തന്നെ കൊടുക്കാണ് നെഞ്ചത്തേക്ക് നോക്കി ഒരു ചവിട്ട്. പിന്നെ അങ്ങോട്ടേക്ക് മാക്സിന് നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല, അമ്മാതിരി അടി കിട്ടുകയാണ്. ഈ സമയത്ത് മാക്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് സ്ട്രൈഡർ? നിങ്ങൾ ആരാണ്? ഈ സമയത്ത് തന്നെ സ്ട്രൈഡർ അവന്റെ മുഖത്ത് നോക്കിയൊരു കാര്യം പറയാണ്, എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലടാ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണമല്ലേ? നിന്നെ പോലെ തന്നെ 20 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ നിന്നും ഈ ഗ്രഹത്തിലേക്ക് വന്ന ആളാണ് ഞാൻ. ഒരു രീതിയിലും കൺട്രോൾ ഇല്ലാത്ത ഈ ഒരു ഗ്രഹത്തെ ഏകോപിപ്പിച്ച് ഞാൻ ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെ ഇവരെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതൊക്കെ നീ നശിപ്പിച്ച് കളഞ്ഞില്ലടാ. ഇനി എന്താ ചെയ്യാ? ആ ഒരു സിഗ്നലിന്റെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോ ഫ്രീക്കുകളായിട്ടുള്ള ആൾക്കാർ ഭ്രാന്ത് പിടിച്ച് ഈ ലാബുകളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങുകയാണ്. എല്ലാം കൂടി താലി പൊളിച്ചു കളയുന്നുണ്ട്. കാരണം കുറെ അധികം ദിവസമായി ഇവരൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അടിവേരി തന്നെ ഇളക്കാൻ തുടങ്ങുകയാണ് ഇവരിപ്പോ. അതുപോലെ ജയിലിൽ ഇവർ പൂട്ടിയിട്ടുള്ള ഒരുപാട് പ്രിസണേഴ്സിനെയും തുറന്നു വിടുകയാണ്. ഇതെല്ലാം നേരിട്ട് കണ്ടപ്പോൾ സ്ട്രൈഡറിന് ഭ്രാന്ത് ശരിക്കും ഇളകുന്നുണ്ട്. വീണ്ടും നമ്മുടെ മാക്സിനിട്ട് കൊടയാണ്. എന്നിട്ട് അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്തെടുത്ത ഒരു മിലിറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ അൺനോൺ ഫാദേഴ്സ് എന്ന ഒരു അധികാര വർഗം, എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയാണ് നീ ഇപ്പൊ നശിപ്പിച്ചിരിക്കുന്നത്. ഈ ഇടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരാണ്? നീ ഒരുത്തനാണ്. എല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞു. എല്ലാതരം സ്ട്രക്ചറിനെയും നീ നശിപ്പിച്ചു കളഞ്ഞു. അധികം വൈകില്ല, ഇനി ഐലൻഡ് എംപേഴ്സ് അവരിങ്ങോട്ടേക്ക് ഇരച്ചു കയറി വരും. ഈ ഒരു രാജ്യത്തെ തന്നെ അവർ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അമ്നിക്ക് ഇപ്പൊ ആ ഒരു ബാത്റൂമിൽ നിന്നും പതിയെ പുറത്തേക്ക് ഇറങ്ങി
പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ തന്നെ കീഴിലുണ്ടായിരുന്ന പട്ടാളക്കാർ ഇവരൊക്കെ ഒരു സിഗ്നലിന്റെ ആ ഒരു കൺട്രോൾ ഇപ്പൊ ഇല്ലല്ലോ. ഇവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. പണി പാളിയെന്ന് ശരിക്കും മനസ്സിലായ അമ്നിക്ക് ഒരു ഗണ്ണ് എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് അവന്റെ ആ ഒരു ബാത്ടബിൽ കിടക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പട്ടാളക്കാർ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന അമ്നിക്കിനെയാണ് കാണുന്നത്. കാരണം ഇയാൾ മരിച്ചില്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ആൾക്കാർ അവനെ തല്ലി കൊന്നു കളയും. എന്തായാലും സിമ്പിൾ ആയിട്ട് മരിക്കുന്നതല്ല നല്ലത്. അതുകൊണ്ട് അമ്നിക്ക് സ്വയം തലയിലേക്ക് ഷൂട്ട് ചെയ്തു മരിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ മാക്സ് ഈ ഒരു സ്ട്രൈഡർ രണ്ടുപേരും തമ്മിൽ പൂരം ഫൈറ്റ് ആണല്ലോ. എന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മാക്സ് ഇയാൾക്കിട്ട് കൊടുക്കാൻ തുടങ്ങി. നല്ല ചവിട്ട് കൊടുത്തു. ഇയാൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ മാക്സിന് നോക്കിയിട്ട് സ്ട്രൈഡർ പറയാണ് ഈ ഗ്രഹത്തിൽ നിന്ന് നീ ഇപ്പൊ പോകണം. എന്നാ മാക്സ് പറയാണ് ഈ ഗ്രഹത്തിൽ നിന്ന് ഞാനല്ല, അതിനു മുന്നേ ഇവിടെ നിന്നും പോവേണ്ടത് നീയാണ്. ഭൂമിയിൽ നിന്നും വന്ന നിനക്ക് എങ്ങനെയാണ് സ്ട്രൈഡർ ഇവിടെ ഈ യുദ്ധങ്ങള്, കോലാഹലങ്ങള്, കൊലപാതകങ്ങള്, അരക്ഷിതാവസ്ഥ ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇതേ സമയത്ത് തന്നെ സ്ട്രൈഡർ പറയാണ് നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ ഹിസ്റ്ററി നീ വായിച്ചിട്ടില്ലേ, നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ആരായിരുന്നോ അങ്ങനെ അല്ലാതെയാണ് ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. അതായത് ബേസിക്കലി യുദ്ധക്കൊതിയുള്ള ഒരു വല്ലാത്തൊരു മൃഗീയമായ മനസ്സുള്ള ആളാണ് ഈ സ്ട്രൈഡർ. അതുപോലെ തന്നെ മാക്സ് ചോര ഒലിപ്പിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ലോകം, അതുപോലെ ഈ ലോകത്തെ ആക്കാനാണ് നീ വിചാരിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കില്ല, നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കില്ല ഞാൻ. അത് തടയാനായിട്ട് ഈ ലോകത്തിന്റെ ഏതാറ്റം വരെയും പോകുമെന്ന് ഇപ്പൊ ഈ മാക്സ് സ്ട്രൈഡറിനെ നോക്കിയിട്ട് പറയാണ്. അവസാനമായിട്ട് ഇയാൾക്ക് നോക്കി ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. ഇയാൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെഫ്, അയൺ ഹാൻഡ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ഈ അൺനോൺ ഫാദേഴ്സ് ഇവരെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെ അവർക്ക് ഉണ്ടായിരുന്നല്ലോ. അങ്ങോട്ടേക്ക് ഇവർ കയറുകയാണ്. അൺനോൺ ഫാദേഴ്സ് ഒക്കെ എങ്ങോട്ടേക്കോ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരാരും അറിയാത്ത രീതിയിൽ ഈ ജനങ്ങളുടെ കൂടെ എന്താ പറയാ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരെല്ലാവരും തല്ലിക്കൊല്ലുമെന്ന് ഈ ഫാദേഴ്സിന് അറിയാം. മാത്രമല്ല എല്ലാ ജനങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ഫീൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും നാൾ അവരൊരു കൂട്ടിലായിരുന്നു, ഒരു ചട്ടക്കൂട്. ആ കൂട് ഇപ്പൊ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ സമയത്തിന് അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ഈ സ്ട്രൈഡറോട് അവനെ നോക്കിയിട്ട് മാക്സി ചോദിക്കുന്നുണ്ട് എന്താണ് അതിന്റെ യഥാർത്ഥ പേരെന്ന്. റുഡോൾഫ് അതാണ് അവന്റെ യഥാർത്ഥ പേര്. ഇപ്പൊ റുഡോൾഫിന് നോക്കി അവന്റെ പേര് വിളിച്ച് മാക്സ് ഒരു കാര്യം പറയാണ്. എന്താണോ ഞാൻ ഇന്നിവിടെ ചെയ്തു വെച്ചത്, ഞാൻ മരിക്കുന്നത് വരെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഒരു തവണ പോലും കുറ്റബോധം തോന്നില്ല. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ ചെയ്തത് 100% ശരിയാണ് തന്നെ. നീ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്, ശരിയാണ്, നീ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു, പക്ഷേ അതിങ്ങനെ ആവരുത്. നിന്റെ ലക്ഷ്യം നല്ലതായിരുന്നെങ്കിലും നിന്റെ മാർഗം അത് തെറ്റായിരുന്നു. ഏകദേശം റുഡോൾഫും തോറ്റ ഒരു മട്ട് തന്നെയാണ്. അവൻ എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പൊ മാക്സിന്റെ അടുത്തേക്ക് നമ്മുടെ രാധ വരുന്നുണ്ട്. സോ എല്ലാവരും ഫ്രീഡത്തിന്റെ ആ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ രാധയടക്കം. അപ്പൊ അവസാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ തീരുന്നത്. അതുപോലെ തന്നെ ഏതൊരു തിന്മയ്ക്കും ഒരു അന്ത്യം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഇല്ലയോ? സിനിമയിൽ മാത്രമാണോ അങ്ങനെയൊക്കെ? അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ തിന്മ മാത്രമേ ജയിക്കുകയുള്ളൂ? എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. അത് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.